ഒരു ജനതയുടെ ആകെ സ്വപ്നങ്ങൾക്ക് നിറം നൽകി ലോക കിരീടം ചൂടി അവർ പ്രഖ്യാപിച്ചു, ഇനി T20 കളിക്കാൻ ഞങ്ങളില്ല. സുഹൃത്തുക്കളായും പരസ്പരം എതിരാളികളായും ഒരേ സമയം ടീമിന്റെ നെടും തൂണുകളായവർ പുതുതലമുറയ്ക്കായി വഴിമാറുകയാണ്. ഇതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഈ കിരീടം എനിക്ക് വേണമായിരുന്നു. T20 ലോകകപ്പ് നേടിയതിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച രോഹിത് ശർമ്മ പറഞ്ഞു, അതെ, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അദ്ദേഹം പൂർണ്ണനാണ്. 2007 T20 ലോകകപ്പിൽ അരങ്ങേറ്റം. ഏഴാമനായി ഗ്രൗണ്ടിലെത്തിയിരുന്ന രോഹിത്തിന്റെ ഫോം കണ്ടത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ. തകർന്നടിഞ്ഞ ടീമിനെ അർദ്ധ സെഞ്ചുറി നേടി കരകയറ്റി. കലാശപ്പൂരിൽ പാകിസ്ഥാനെതിരെ 30 റൺസ് പ്രകടനം. 2011 ഏകദിന ലോകകപ്പ് നേടിയ ടീമിൽ രോഹിത്തിന് ഇടമുണ്ടായിരുന്നില്ല. അന്നു മനസ്സിൽ കുറിച്ചിട്ടതാണ് ഒരു ലോകകപ്പ് കിരീടം കൂടി എന്ന സ്വപ്നം. വർഷങ്ങൾ കടന്നുപോയപ്പോൾ നായകസ്ഥാനം രോഹിത്തിനെ തേടിയെത്തി. നായകനെന്ന നിലയിൽ താരങ്ങളെ ഒരുമിച്ചു നിർത്തി. ഓരോരുത്തരുടെയും കഴിവുകൾ കൃത്യമായി ഉപയോഗിച്ചു. വ്യക്തിഗത നേട്ടമല്ല, ടീം പെർഫോമൻസ് ആണ് വലുത് എന്ന് തെളിയിച്ചു. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓവലിൽ കൈവിട്ട കിരീടം. അഹമ്മദാബാദിൽ ഓസീസ് പേസർമാർക്ക് മുന്നിൽ നഷ്ടമായ ഏകദിന ലോകകപ്പ്. ഇതിനെല്ലാം മറുപടി വേണമായിരുന്നു. ലോക കിരീടമില്ലാതെ മടങ്ങാൻ രോഹിത് ആഗ്രഹിച്ചിരുന്നില്ല. ഈ ലോകകപ്പിൽ നേടിയത് 3 അർദ്ധ സെഞ്ചുറികൾ. പകവീട്ടിയ പ്രകടനം. ഏകദിന ലോകകപ്പ് തോൽവിക്ക് ഓസ്ട്രേലിയയോട് മറുപടി. 2022 തോൽവിക്ക് ഇംഗ്ലണ്ടിനോട് കണക്കു ചോദിച്ചു. സെമിയിൽ 57 റൺസ് എടുത്ത് മുന്നിൽ നിന്ന് നയിച്ച പ്രകടനം. ഇന്ത്യക്കായി ഇതുവരെ 151 തവണ T20യിൽ ബാറ്റെടുത്തു രോഹിത്. 4231 റൺസ്. അഫ്ഗാനിസ്ഥാനെതിരെ പുറത്താകാതെ നേടിയ 121 റൺസാണ് ഉയർന്ന സ്കോർ. T20 വേൾഡ് കപ്പുകളിൽ ഇതുവരെ 44 ഇന്നിംഗ്സുകളിലായി 1220 റൺസ് നേടി. ഉയർന്ന സ്കോർ ഓസ്ട്രേലിയക്കെതിരെ നേടിയ 92 റൺസ്. ഇന്ന് അയാൾ പടിയിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു, ഈ കിരീടം അയാളെ വല്ലാതെ മോഹിപ്പിച്ചിരുന്നു. വിരാട് കോഹ്ലി സച്ചിന്റെ പിൻഗാമിയെന്ന് ക്രിക്കറ്റ് ലോകം വിലയിരുത്തിയ താരം. 2010 സിംബാബ്വെക്കെതിരെ T20യിൽ അരങ്ങേറി. ആദ്യ T20 ലോകകപ്പ് 2012. രോഹിത്തിനെ പോലെ തന്നെ ലോകകപ്പ് ആഗ്രഹിച്ചിരുന്നു കോഹ്ലിയും. കോടിക്കണക്കിന് ജനതയുടെ സ്വപ്നങ്ങൾ ചിറകിലേറ്റിയ കളിക്കാരൻ. ദൗർഭാഗ്യം നിഴലിച്ച മത്സരങ്ങളിലെല്ലാം രക്ഷകന്റെ റോൾ ഏറ്റെടുത്തു. സമ്മർദ്ദങ്ങളില്ലാതെ കളിച്ച കലാശപ്പോരുകൾ ഏറെ. 2011 ഏകദിന ലോകകപ്പ് ഒഴിച്ചാൽ കിരീടവരൾച്ച കോഹ്ലിയെയും വേട്ടയാടിയിരുന്നു. 2021 ന്യൂസിലൻഡിനോടും 2023 ഓസ്ട്രേലിയയോടും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തോറ്റപ്പോൾ ആ മുഖത്ത് കണ്ട നിരാശ, സ്വന്തം മണ്ണിൽ ലോക കിരീടം നഷ്ടമായതിന്റെ വേദന എല്ലാം മറികടക്കാൻ എത്തിയതാണ് ഈ ലോകകപ്പിന്. ഇത്തവണ പുതിയ പരീക്ഷണം, ഓപ്പണിംഗ് ബാറ്റർ എന്ന പുതിയ റോൾ. കലാശപ്പോര് വരെ സ്വന്തമാക്കിയത് വിമർശനങ്ങൾ മാത്രം. ഫൈനലിന് മുൻപ് ആകെ നേടിയത് 75 റൺസ്. USA-ക്കും ഓസ്ട്രേലിയയ്ക്കുമെതിരായ മത്സരങ്ങളിൽ 0-ന് പുറത്ത്. ഒടുവിൽ പടിക്കൽ ഇന്ത്യ കലമുടയ്ക്കുമെന്ന് തോന്നിച്ച ഫൈനലിൽ കിങ് കോഹ്ലി അവതരിച്ചു. 59 പന്തിൽ 76 റൺസ്. ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടെല്ലായ പ്രകടനം. T20യിൽ കളിച്ച 117 ഇന്നിംഗ്സുകളിലായി 4188 റൺസ്. ഉയർന്ന സ്കോർ 122. ഒരു സെഞ്ചുറിയും 38 അർദ്ധ സെഞ്ചുറിയും. T20 ലോകകപ്പിൽ കളിച്ചത് 33 ഇന്നിംഗ്സ്. 15 അർദ്ധ സെഞ്ചുറി അടക്കം നേടിയത് 1292 റൺസ്. ഫൈനലിലെ താരത്തിനുള്ള ട്രോഫി വാങ്ങി അദ്ദേഹം ക്രിക്കറ്റ് ലോകത്തോട് പറഞ്ഞു, ഇതാണ് എന്റെ നല്ല സമയം. ഇനി ഇന്ത്യൻ കുപ്പായത്തിൽ T20 കളിക്കാനില്ല. ഒരിക്കൽ കൂടി താങ്ക് യു ലെജൻഡ്സ്.